السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും നാം പരിഗണിക്കേണ്ടതുമായ ഒരു വിഷയമാണ് കുടുംബബന്ധം. ഇന്ന് പല കുടുംബങ്ങളും വാക്ക് തർക്കങ്ങളെ കൊണ്ടോ സാമ്പത്തികമായ ഇടപാടുകളെ കൊണ്ടോ സാമൂഹ്യമായ ഇടപെടലുകളെ കൊണ്ടോ ശിഥിലമായി പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ വളരെ അങ്ങേയറ്റത്തെ ഗൗരവമായി എടുത്തു പറഞ്ഞ ഒന്ന് തന്നെയാണ് കുടുംബബന്ധം. കുടുംബബന്ധത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹിം. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഫ്വ് ചെയ്ത്, അതുപോലെ അതിൻ്റെ ആളാരാ അവൻ പൊരുത്തപ്പെട്ട് അവരങ്ങും ഇങ്ങും മാപ്പ് ചെയ്ത് കൊടുത്താലല്ലാതെ. അപ്പോൾ അത്രയ്ക്കും ഗൗരവമേറിയ ഒന്നാണ് ഈ കുടുംബബന്ധം എന്നത്. അർ റഹിമു മുഅല്ലഖത്തും ബിൽ അർശ്. അർശ് കൊണ്ട് ബന്ധപ്പെട്ടതാണ് റഹിം, കുടുംബബന്ധം. യഖൂലു, ആ കുടുംബബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വമൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആരെങ്കിലും കുടുംബബന്ധം മുറിക്കുന്നെങ്കിൽ, മൻ വസലനി വസലഹുല്ലാഹ്, ആരെങ്കിലും കുടുംബബന്ധം ചേർക്കുന്നുവെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തിക്കൊള്ളട്ടെ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, ആരെങ്കിലും കുടുംബബന്ധം മുറിക്കുന്നെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം മുറിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുടുംബബന്ധവുമായി കൊണ്ട് ഏഹ് അവനെ നല്ല ബന്ധം നിലനിർത്തുകയാണെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം ചേർത്ത് എല്ലാ റഹമത്തും കരുണയും എല്ലാ ഭാഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തുറന്നു കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് അത് മുറിക്കുന്നവനാണെങ്കിൽ, ആ കുടുംബ ബന്ധം തകർക്കുന്നവനാണെങ്കിൽ, എല്ലാ ഭാഗങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഏതെല്ലാം വിഷയങ്ങളിൽ അവൻ ഇടപെടുന്നോ ആ വിഷയങ്ങളിലൊക്കെ അവൻ തകർത്തിരിക്കും. അപ്പൊ ഇതിങ്ങനെ പറയുന്നത് എങ്ങനെ, കുടുംബം എങ്ങനെ ഇങ്ങനെ പറയോ എന്നൊരു സംശയം ഉണ്ടാവും അല്ലേ? ഒമൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ഇതെങ്ങനെ പറയോ എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കുടുംബബന്ധം ചേർക്കുന്നവനെ അല്ലാഹു തആല ചേർത്തിക്കൊള്ളട്ടെ, അല്ലാഹു തആല ചേർക്കും. കുടുംബബന്ധം മുറിച്ച് കളയുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ച് കളയട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവന്റെ ഖൈറായ ഭാഗങ്ങൾ എല്ലാം അവന് കൊട്ടിയടക്കപ്പെടുന്നു. അവന് ഒരിക്കലും എവിടെയും വിജയമുണ്ടാകുകയില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകും, കുടുംബബന്ധം എങ്ങനെയാണ് ഇത് പറയുക എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, മനുഷ്യൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ബോഡിയിൽ നിലകൊള്ളുന്നത് ആത്മാവ് മാത്രമാണ്. റൂഹ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് നിലകൊള്ളുന്നത്. ഈ കാണുന്ന ബൾബ് പ്രകാശിക്കും പോലെ, കറണ്ട് ഉണ്ടാകുമ്പോഴേ പ്രകാശിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആലമുൽ അർവാഹ്, അർവാഹിൽ വെച്ചുകൊണ്ട് അള്ളാഹുമായി കൊണ്ടൊരു ഉടമ്പടി ചെയ്തല്ലോ. അള്ളാഹ് ചോദിച്ചല്ലോ, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? പറഞ്ഞു, ബല, അതെ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. അവിടെ നിന്നൊരു കരാർ ഉടമ്പടി വാങ്ങിയ, അതുമായി അർവാഹുമായി ബന്ധപ്പെട്ട ഒന്നാണ് കുടുംബ ബന്ധം എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ അത് അകൽച്ച വരുത്തുകയാണെങ്കിൽ തീർച്ചയായും ആ ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയാണ്. തന്നെയല്ല, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ശപിച്ച വിഭാഗവും അത് തന്നെയാണ്, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരെയാണ്. കുടുംബ ബന്ധം തകർത്ത് കളയുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദൂ ഫിൽ അർദ് ഫതുഖത്തിഉ അർഹാമക്കും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, നിങ്ങൾ കാര്യകർ കൈകാര്യകർത്തം കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇൻ തുഫ്സിദൂ ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങൾ ഫസാദും കുഴപ്പവും ഉണ്ടാക്കുകയാണെങ്കിൽ, വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധം മുറിച്ചു കളയുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവോ എങ്കിൽ, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, ഉലൈകല്ലദീന, അതൊരു കൂട്ടരാണ്, ഒരു വിഭാഗമാണ്, ലഅനഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും, അവരെ ബധിരനും അതുപോലെ തന്നെ കണ്ണ് കാണാത്ത അന്ധനുമാക്കി മാറ്റിയിരിക്കുന്നു അല്ലാഹു തആല എന്ന് പറഞ്ഞാൽ, നല്ലത് കാണാനും അത് സ്വീകരിക്കാനുമുള്ള ആ ഒരു കണ്ണും കൽബും അവനുണ്ടാകുകയില്ല.
ആ കണ്ണുകളും അതുപോലെ തന്നെ കൽബുകളും അവൻ്റെ മൂടപ്പെടുന്നതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ശപിച്ച വിഭാഗം ആരാണ്? ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കുടുംബ ബന്ധം തകർത്ത് കളയുന്ന ഒരു വിഭാഗം. തുഖത്തിഉ അർഹമക്കും എന്നാ പറഞ്ഞത്. കായ കൈകാര്യ കർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ കുടുംബ ബന്ധം തകർത്ത് കളയുകയാണെങ്കിലും, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, ആ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്ത വിഭാഗമാണ്. അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ല, അന്ധനാക്കിക്കൊണ്ട് ബധിരരാക്കിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുക്കൽ അങ്ങനെയാണ് അവര് നിലകൊള്ളുന്നത് എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ നോക്ക്, സൂറത്തു നിസാഇന്റെ തുടക്കത്തിൽ തന്നെ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. യാ അയ്യുഹന്നാസു, ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. വഖലഖ മിൻഹാ, അതിൽ നിന്ന് സൃഷ്ടിച്ചു, സൗജഹാ, ആ ഒരൊറ്റ ശരീരത്തിൽ അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, അതിൽ നിന്ന് നിരവധി പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിന്യസിപ്പിച്ചു. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, അല്ലദീ തസാഅലൂന ബിഹി, ആ അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ പരസ്പരം ചോദിക്കും. വൽ അർഹാമ, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. കണ്ടോ, അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ കുടുംബ ബന്ധം സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും കുടുംബ ബന്ധം സൂക്ഷിക്കുകയാണെങ്കിൽ അവന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. തകർത്ത് കളയുകയാണെങ്കിൽ എവിടെയും അവന് പരാജയമാവുന്നു. നോക്ക് നമ്മള് ഒന്ന്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫി റിസ്ഖി ഫയൻസുലഹു ഫി അസരിഹി ഫൽയസ്വിൽ റഹ്മഹു എന്ന് കാണാം ഹദീസിൽ. ആരെങ്കിലും ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ഉദ്ദേശിച്ചാൽ, മറ്റുള്ള മേഖലകളിൽ മുഴുവനും അവന് നന്മ, ഖൈറ്, റഹ്മത്ത് കിട്ടാൻ ഉദ്ദേശിച്ചാൽ, ഫൽയസ്വിൽ റഹിമഹു, അവൻ അവന്റെ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ. ദീർഘായുസ്സ് കിട്ടാന്, ആഫിയത്ത് കിട്ടാന്, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത കിട്ടാന്, എല്ലാ കാര്യങ്ങളിലും അവൻ കുടുംബ ബന്ധം ചേർത്തിക്കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ച വിഭാഗത്തിൽപ്പെടാത്ത ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു. നോക്കുക നമ്മള്. 3 കാര്യങ്ങൾ തീർത്തു പറയുന്നു ദുന്യാവിൽ വെച്ചുകൊണ്ട് കുടുംബ ബന്ധം നിലനിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. ഒന്ന്, അൻ യുമദ്ദ ലഹു ഫി ഉംരിഹി, അവന് ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു തആല നൽകും. നല്ല മനസ്സ് നൽകും. ശാന്തി, സമാധാനം നൽകും. കുടുംബ ബന്ധം ഭദ്രമാക്കിയാൽ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകും. രണ്ടാമത്തെ കാര്യം, വയുവസ്സഉ ലഹു ഫീ റിസ്ഖിഹി, അവൻ അറിയാതെ അവന് ഭക്ഷണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത നൽകും. അവന്റെ സകലതര ബിസിനസ്സിലും അല്ലാഹു തആല എന്താവും, ബർക്കത്ത് ചെയ്യും, വിശാലത ചെയ്യും. മറ്റൊന്ന്, മൂന്നാമത്തത്, വയുദ്ഫഉ അൻഹു മിതത്തസ്സൂ, അതാണല്ലോ മനുഷ്യന് വേണ്ടത്. അവന്റെ അന്ത്യം ചീത്തയാകലിനെ തൊട്ട് തടയപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അവസാനം ചീത്തയായി പോകലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തും. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടാവും കുടുംബ ബന്ധം നിലനിർത്തി കഴിഞ്ഞാൽ. ഇല്ലെങ്കിലോ ആ കുടുംബം അവനെ ആത്മീയമായ ലോകത്ത് ശപിച്ചുകൊണ്ടേ ഇരിക്കുമെന്നുള്ളതാണ്. വയുദ്ഫഉ അൻഹു മീതത്തസ്സൂഅ്, ചീത്തയായ മരണത്തെ തൊട്ട് തടയുകയും ചെയ്യും. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, മുഅ്മിനീങ്ങളായ ആളുകളുടെ വാക്കിനെ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരപ്പെടുത്തും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തും. ഈ നേട്ടങ്ങളൊക്കെ കിട്ടാനുണ്ട്. കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവനെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തിരിക്കുന്നു. തന്നെയല്ല, ലാ യദ്ഖുൽ ജന്നത ഖാത്തിഉർ റഹം, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കയില്ല. കടക്കണമെങ്കിൽ എന്താ വേണ്ടത്? അല്ലാഹു തആല അഫ്വ് ചെയ്യണം. അഫ്വ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവർ തമ്മിലുള്ള പൊരുത്തപ്പാടുകൾ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും വെച്ചിട്ട് അങ്ങനെ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നാളെ മഅ്ശറയിൽ വെച്ചുകൊണ്ട് അത് വിചാരണയ്ക്ക് എടുക്കപ്പെടുമ്പോൾ ഇത് വലിയ പ്രശ്നമാകും എന്ന് കണക്കിലെടുത്തുകൊണ്ട് അതിനെ പൊരുത്തപ്പെടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും റാഹത്തിലായി സന്തോഷത്തിലായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഒന്ന്, ആഫിയത്തുള്ള ദീർഘായുസ്സ് കിട്ടും. രണ്ടാമത്തത്, അവന് അവൻ്റെ റിസ്ഖ് ഭക്ഷണത്തിൽ വിശാലത നൽകും. മൂന്നാമത്തത്,
ചീത്തയായ മരണത്തെ തൊട്ട് അത് തടഞ്ഞു കളയും. ഇത്രയും വലിയ നേട്ടം വേറെ മറ്റൊന്നുമില്ല. ഖുർആൻ ശപിച്ച വിഭാഗമാണ് കുടുംബ ബന്ധം തകർത്ത് കളയുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധം നിലനിർത്തുന്ന വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്തുൽ മുസ്തഖീമിൽ ചൊലിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.